വേശ്യാവൃത്തി പല വിധത്തിലുണ്ട്. ആലുവയിലൊക്കെ ഉണ്ടായിരുന്ന വേശ്യാവൃത്തി അവർ സാധാരണ വൈകുന്നേരമാകുമ്പോൾ പോയിട്ട് പിന്നെ ക്ലയൻസിനെ ആകർഷിച്ച് ഒന്നുകിൽ നോട്ടവും വാക്കും പ്രവൃത്തിയും കൊണ്ട് ആകർഷിച്ച് എവിടെയെങ്കിലും കാട്ടിലോ അല്ലെങ്കിൽ ലോഡ്ജിലോ പോയി താമസിച്ച് വേശ്യാവൃത്തി നടത്തുന്നവരുണ്ട്. രണ്ടാമത്തെ വേറൊരു വേശ്യാവൃത്തി കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കാണ്. അത് ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ ഏതെങ്കിലും വീട് വാടകയ്ക്കെടുത്ത് അവിടെ വേശ്യകളെ ആകർഷിച്ച് അപ്പോൾ പല വ്യക്തികളുണ്ടായിരിക്കും. അവർക്ക് ഇഷ്ടമുള്ളവരെ സെലക്ട് ചെയ്യാം. പല വിധത്തിലുള്ള അവർക്ക് തന്നെ കാണിച്ചു ചെല്ലുന്നവൻ ക്ലയൻസിന് കാണുന്ന വേശ്യയും കൂട്ടിക്കൊണ്ടുപോയി വേശ്യാവൃത്തി നടത്തിയിട്ട് പോരാം. മൂന്നാമതൊരു തരത്തിലുള്ളത് സാധാരണ ഇൻ്റർനെറ്റിലൂടെയൊക്കെ ബന്ധപ്പെട്ട് ഏതെങ്കിലും ലോഡ്ജിൽ ഒക്കെ പോയി വേശ്യാവൃത്തി നടത്തുന്നവരുണ്ട്. കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു തലമാണ് അവരെ ഇങ്ങനെ ഏതാളെയാണ് വേണ്ടതെന്നുള്ളത് ഇഷ്ടമുള്ളത് നടത്തിക്കൊണ്ടു പോകും. അപ്പോൾ അതിൻ്റെ അകത്ത് സിഗ്നൽ ഇന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ് പാവാട ഉടുത്തത് അല്ലെങ്കിൽ ചുരിദാർ ഉടുത്തത് ഇന്ന കളറുള്ളത് എന്നുള്ളത് ഇൻ്റർനെറ്റിലൂടെ തന്നെ ഫോണിലൂടെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന സ്ഥലത്ത് ലോഡ്ജിൽ അല്ലെങ്കിൽ വീട്ടിലെത്തിക്കും. അങ്ങനെയുള്ള വേശ്യാവൃത്തിയുണ്ട്. ഈ പല തലങ്ങളിലുള്ള വേശ്യാവൃത്തിയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടുന്ന അവസരത്തിൽ ഇവിടെയെല്ലാം ആത്യന്തികമായിട്ട് പണം സമ്പാദിക്കാനുള്ള ആഗ്രഹം, ഇതുപോലെ തന്നെ ലൈംഗിക വൈകൃതത്തിലേക്കുള്ള മനുഷ്യൻ്റെ ആഗ്രഹം, ഇതുപോലെ തന്നെ മദ്യം കഴിച്ചു കഴിയുമ്പോൾ ഇതിലേക്കുള്ള ആഗ്രഹം, വിവാഹ ജീവിതത്തിൽ പാളിച്ച വന്ന ഭാര്യ പിരിഞ്ഞു പോയവരുടെ പ്രതികാരമായിട്ട് നടത്തുന്ന വേശ്യാവൃത്തി അവസാനം ഏതെങ്കിലും ത്വക്ക് രോഗങ്ങളോ സിഫിലിസ്, ഗൊണേരിയ, എയ്ഡ്സ് ഇതൊക്കെ സമ്പാദിച്ച് ജീവിതം തന്നെ തകർക്കുന്ന തലമാണ് നമുക്ക് കണ്ടുമുട്ടുന്നത്. കർത്താവേ, മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ഈ തിന്മയിൽ നിന്ന് മോചിപ്പിക്കണമേ. ഈ തിന്മയിലേക്ക് പോകുന്നവരെ അങ്ങ് കാത്ത് സംരക്ഷിക്കണമേ. ഇതിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് കൃപാവരം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും, സ്തുതിയായിരിക്കും.